ശ്രീ ആയൂർ ബിജു ABC-യിലേക്ക് സ്വാഗതം. നമസ്കാരം. നിലമ്പൂരിൽ ശരിക്കും തോറ്റു അല്ലേ? രാഷ്ട്രീയപരമായി തോറ്റില്ല, പക്ഷേ ഞങ്ങൾ സാങ്കേതികമായി പരാജയപ്പെട്ടു. രാഷ്ട്രീയപരമായി ഞങ്ങളുടെ വോട്ടുകൾ ഞങ്ങൾ നിലനിർത്തി. പക്ഷേ അവിടെ വിജയിച്ചത് രാഷ്ട്രീയമാണോ ജാതീയതയാണോ എന്നൊരു സംസാരം നമ്മുടെ മുന്നിൽ നിൽപ്പുണ്ട്. വർഗീയവാദികളുമായി ഇടപെട്ട്, തുറന്നു പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള വർഗീയ സംഘടനകളെ കൂട്ടുപിടിച്ചുകൊണ്ട് അവിടെ നടത്തിയ ഒരു വലിയ ഒരു പ്രചരണം, അത് ഫലം കണ്ടു. അത് നമ്മുടെ നാടിന്, ജനാധിപത്യത്തിന്, സമൂഹത്തിന് വലിയ ദോഷമാണ്. അതിന് ചുക്കാൻ പിടിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എന്നുള്ളതാണ് വലിയ വേദന. ഇന്ത്യയെ ഒന്നായി നിലനിർത്താൻ, ഇന്ത്യയെ ഒരുമിച്ച് നിർത്താൻ ഗാന്ധിജി ഉൾപ്പെടെ ഇങ്ങോട്ട് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ, നമുക്കറിയാം ഇന്ത്യ വിഭജനം വെറുതെ അല്ല, ജാതീയത ഉണ്ടായപ്പോഴാണ് ഇന്ത്യ വിഭജിക്കപ്പെട്ടത്. വിഭജിക്കരുതെന്ന് ആഗ്രഹിച്ച ആളാണ് നമ്മുടെ ഗാന്ധിജി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ. ഗാന്ധിജിയെ കോൺഗ്രസ്സുകാരായിട്ട് കാണുന്നില്ല, എന്നാലും അതും ആ ഭാഗത്തു നിന്ന് സംസാരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ജാതീയതയെ മുതലെടുത്ത് അവിടെ ഭൂരിപക്ഷ വർഗീയതയാണ്. നിലമ്പൂരിലെ ഭൂരിപക്ഷ വർഗീയതയെ മുതലെടുക്കാൻ ശ്രമം നടത്തി. അത് വിജയിച്ചു. അത് കേരളത്തിന്, നമ്മുടെ പൊതുസമൂഹത്തിന് ഗുണകരമാണോ എന്നാണ് നിങ്ങൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യേണ്ടത്. പക്ഷേ LDF ഒരു ക്ഷീണമല്ലേ സംഭവിച്ചിരിക്കുന്നത്? അല്ല, LDF 140 സീറ്റിൽ അല്ല, ഭൂരിപക്ഷത്തിലൊന്നും കുറവില്ല, അതൊക്കെ സമ്മതിച്ചു. ഭൂരിപക്ഷത്തിന് കുറവില്ല, ഞങ്ങളുടെ വോട്ടിംഗ് പാറ്റേണിന് കുറവില്ല, ഞങ്ങളുടെ വോട്ട് ശതമാനം കുറയുന്നതുമില്ല. പിന്നെ സ്ഥാനാർത്ഥി, ഞാൻ പറട്ടെ, നിലമ്പൂരിൽ മാത്രമല്ലല്ലോ, ഞങ്ങളുടെ ആരാധനായ VS അച്യുതാനന്ദൻ പോലും പരാജയപ്പെട്ടിട്ടില്ലേ? അത് ഞങ്ങളുടെ. ഇനി മറ്റു മറുഭാഗത്തേക്ക് വന്നാൽ എന്താ, ഇന്ദിരാഗാന്ധി പരാജയപ്പെട്ടില്ല. അമേഠി എന്ന് പറയുന്ന മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടില്ല. എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചു? അവിടെ ഒന്നും രക്ഷയില്ലാത്തതുകൊണ്ടാണ് അല്ലേ? ഇപ്പം പിന്നെ തൽക്കാലം പുള്ളി ഇവിടുന്ന് രക്ഷപ്പെട്ടു, അവിടെ പോയി മത്സരിച്ചു, ജയിച്ചു. അപ്പം ആരാ പരാജയപ്പെടാത്ത? ഒരു ഭരണവിരുദ്ധ വികാരം നിൽക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവല്ലേ ഇപ്പം നിലമ്പൂരിൽ കണ്ടത്? അല്ല, എന്ത് ഭരണവിരുദ്ധ വികാരമാണ്? ഞാൻ സാറിനോട് ചോദിക്കട്ടെ, നിങ്ങളെപ്പോലുള്ള വലിയ മാധ്യമപ്രവർത്തകർ ഈ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുമ്പോൾ ഇന്ന ഭരണവിരുദ്ധ വികാരം എന്ന് പറയണം. ഞങ്ങൾ ഏതെങ്കിലും മന്ത്രിമാർ അഴിമതിയിൽ കുടുങ്ങിയിട്ടുണ്ടോ? ഞങ്ങളുടെ മന്ത്രിസഭ അഴിമതിയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വിചാരണ നേടുന്നുണ്ടോ? ഞങ്ങളുടെ മുഖ്യമന്ത്രി എത്രയോ ആരോപണങ്ങളുണ്ടായി, സ്വർണ്ണക്കടത്ത്, കൈതോലപ്പായ, ആരൊക്കെ, KM ഷാജഹാനും തുടങ്ങി പലരും ഞങ്ങളെ അവഹേളിച്ചപ്പോഴും എവിടെയെങ്കിലും ഒരു നമ്മൾ ബട്ടൺസിൻ്റെ ഒരു നൂലിഴ ഉള്ള എവിടെയെങ്കിലും ഞങ്ങളെ കൊണ്ടെത്തിക്കാൻ സാധ്യമായിട്ടുണ്ട്? പക്ഷേ അതെല്ലാം അല്ലേ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്നത്? സംശയത്തിന് നിഴലിൽ ആക്കി നിർത്താം. ബോബേഴ്സ് കേസിൽ നമ്മൾ സംശയം പറഞ്ഞില്ലേ? എന്തായി? ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് താങ്കൾക്കെതിരെ ഞാനൊരു ആരോപണം ഉന്നയിക്കുന്നു. ഒരു ഉദാഹരണം പറയാം. പണ്ട് സൂര്യനെല്ലി കേസിൽ PJ കുര്യൻ പ്രതിയായി, ഓർമ്മയുണ്ടാവുമല്ലോ? ഓർമ്മയുണ്ട്. അതിന് 50, 60, 100 പ്രതികളുണ്ട്. ഈ ഇതിലെ ഇരയായ പെൺകുട്ടിയോട് പോലീസ് ഉദ്യോഗസ്ഥർ ചോദിക്കുന്നു, എനിക്ക് തോന്നുന്നു അന്ന് LDF ഭരണകാലഘട്ടമാണെന്ന് തോന്നുന്നു, ഒരു ഫോട്ടോ കാണിച്ചിട്ട് ഈ കുട്ടിയോട് ചോദിക്കുന്നുണ്ടോ, ഈ ആളിനെ അറിയാമോ എന്ന് ചോദിക്കുന്നു. ആ കൊച്ചു പറഞ്ഞത്, വിജയാനന്ദ സാറിന് ഓർമ്മ കാണും, ഞാൻ ഓർമ്മപ്പെടുത്തണ്ട, ഈ മാമനും എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞതിൻ്റെ ഫലമായിട്ട് അടുത്ത തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം അവിടെ പരാജയപ്പെടുകയാണ്. മനസ്സിലായില്ലേ? നമുക്ക് പട്ടിയെ, ആടിനെ പട്ടിയാക്കാം, പട്ടിയെ പേപ്പട്ടിയാക്കാം, പേപ്പട്ടിയെ എറിഞ്ഞു കൊല്ലാം. അത് സംഭവിച്ചുകൊണ്ടിരിക്കും. എപ്പോഴും മനുഷ്യനുണ്ടല്ലോ, യഥാർത്ഥ സത്യങ്ങളെ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവരല്ല മനുഷ്യൻ. ഞാനും വിജയാനന്ദ സാറും ഒക്കെ അങ്ങനെയാണ്. നമ്മളൊക്കെ എവിടെയെങ്കിലും നമ്മുടെ മനസ്സ് എവിടെയെങ്കിലുമൊക്കെ നമ്മളിത് വിട്ടുപോകും. അവിടെ ചിലപ്പോൾ നമ്മൾ ശരിയെ തെറ്റായിട്ട് കാണുകയും തെറ്റിനെ ശരിയായിട്ട് കാണുകയും ചെയ്യും. ഇവിടെ സംഭവിച്ചിട്ടുണ്ടാകാം, നിഷേധിക്കുന്നില്ല.
പക്ഷേ കോൺഗ്രസ്സുകാർ ഇപ്പോൾ വലിയ പ്രതീക്ഷയിലാണ്. കാരണം 2026 ദൂരം അവർക്ക് വളരെ കുറഞ്ഞിരിക്കുകയാണ്. വലിയ പ്രതീക്ഷയോടുകൂടി നിൽക്കുകയാണ്. നിലമ്പൂരിൽ നിന്നുള്ള ഫലം അവർക്ക് അത്തരത്തിലുള്ള ഒരു ആവേശമാണ് ഉണ്ടാക്കുന്നത്. വിജയൻ സാറേ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിലമ്പൂരിൻ്റെ രാഷ്ട്രീയ സാഹചര്യം നമുക്കറിയില്ലേ? സഖാവ് കുഞ്ഞാലി അവിടെ MLA ആയിരുന്ന കാലഘട്ടം കഴിഞ്ഞ് 8 തവണ 40 വർഷക്കാലം കോൺഗ്രസ് മത്സരിച്ച മണ്ഡലമാണ്. അതിന് 6 വർഷം 6 ടേം 30 കൊല്ലം ഈ പറഞ്ഞ ഷൗക്കത്തിൻ്റെ പിതാവ് ആര്യാടൻ മുഹമ്മദ് വിജയിച്ച മണ്ഡലമാണ്. അദ്ദേഹം MLA ആയി മന്ത്രിയുമായൊക്കെ അവിടെ നിന്നു ഇല്ലേ? 2 കൊല്ലമാണ് ഈ പറയുന്ന ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യം കൊണ്ട് ഈ മണ്ഡലം തിരിച്ചു പിടിച്ചത്. ഞങ്ങൾ തിരിച്ചു പിടിച്ച ഈ മണ്ഡലം അവർ തിരിച്ചു പിടിച്ചു എന്നുള്ളതേ ഉള്ളൂ. അവിടെ എന്താണ് രാഷ്ട്രീയമായ അട്ടിമറി നടന്നിട്ടുള്ളത്? എത്ര വോട്ടിൻ്റെ വ്യത്യാസമുണ്ട്? എന്താണ് ഇവർക്ക് രാഷ്ട്രീയപരമായി എന്ത് നേട്ടമാണ് പറയാൻ പറ്റുന്നത്? പക്ഷേ ഈ അൻവർ പിടിച്ച വോട്ട് ഒരു ഭരണവിരുദ്ധ വികാരത്തിൻ്റെ തെളിവല്ലേ? അതെങ്ങനെ വരും? ഭരണവിരുദ്ധ വികാരത്തിൻ്റെ തെളിവാണെങ്കിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് കുറയണം. എത്ര വോട്ട് കുറഞ്ഞു? കണക്കുകൾ വെച്ച് നോക്കൂ. സ്വരാജ് എന്ന് പറയുന്ന ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞ തവണ പിടിച്ച വോട്ടിൽ നിന്ന് എൻ്റെ കയ്യിൽ കണക്കിരിപ്പുണ്ട്. എന്നാലും ആ ശതമാനത്തിന് ഞങ്ങളൊട്ടും പുറകോട്ട് പോയിട്ടില്ല. ഞങ്ങളിപ്പോഴും സേഫ് സോണിലാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരു ശതവും ഞങ്ങളുടെ സ്ഥാനാർത്ഥി സാങ്കേതികമായി പരാജയപ്പെട്ടു എന്നുള്ളത് ഞങ്ങൾ അംഗീകരിക്കാം. പക്ഷേ രാഷ്ട്രീയപരമായി ഞങ്ങളിപ്പോഴും കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്നു. ഇതാ 26-ാം തീയതി അല്ല, അടുത്ത തിരഞ്ഞെടുപ്പ് 2026 നടക്കുന്ന തിരഞ്ഞെടുപ്പ് എന്തിൻ്റെ വെളിച്ചത്തിലാണ്? ഒരു പുതുപ്പള്ളി തിരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ ചേലക്കര തിരഞ്ഞെടുപ്പോ അല്ലെങ്കിൽ പാലക്കാടോ? ഇത് ഏതാണ് അവർ പറയുന്നത്? ഞങ്ങളുടെ മണ്ഡലം ചേലക്കര ഉണ്ടായിരുന്നു. അവിടെ നിന്ന് വിജയിക്കാൻ അവർക്കായില്ലല്ലോ. ഒരു പുതുപ്പള്ളിയും ഉമാ തോമസിൻ്റെ അവിടെ ഭൂരിപക്ഷം കുറച്ചില്ലേ കോൺഗ്രസ്സുകാർ? തുച്ഛമായ വോട്ടുകളിൽ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. തുച്ഛമായ, അറിയാമല്ലോ, ചേലക്കരയിൽ തുച്ഛമായ വോട്ടുകൾ വ്യത്യാസം ഉണ്ടായി. അല്ലാതെ എന്താ സംഭവിച്ചത്? ഇനി പുതുപ്പള്ളി ജയിച്ചത് ഒരു ലാൻഡ്മാർക്കായിട്ട് എടുക്കാൻ പറ്റുമോ? ഉമാ തോമസിൻ്റെ വിജയം നമ്മൾ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഭാഗമായിട്ട് എടുക്കാൻ പറ്റില്ല. അത് രണ്ടും ഒരുപക്ഷെ ഒരു സഹതാപ തരംഗം തന്നെ ആയിരിക്കുമെന്നല്ല, ആണ് എന്നുള്ളതാണ്. ഇവിടെയും ഒരു സഹതാപം തന്നെയാണ്. അല്ല, ഇവിടെ ആരോട് സഹതാപം? PV അൻവറിൻ്റെ സഹതാപം, അദ്ദേഹത്തിൻ്റെ കരച്ചിൽ, അദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങളുടെ വോട്ടുകൾ എങ്ങും പോയിട്ടില്ല. ഇപ്പോഴും ഞങ്ങൾ സേഫ് സോണിലാണ്. കേരളത്തിലെ 99 മണ്ഡലങ്ങളിൽ ഇപ്പോൾ 1 പറഞ്ഞാൽ 98, 70 മതി, 71 മതി. 71 മണ്ഡലങ്ങളിൽ ഞങ്ങൾ സേഫാണ് സാർ. ഞങ്ങളെ തകർക്കാൻ അവർക്കാവോ? കോൺഗ്രസിനാവോ? SDP ആയാലും അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി ആയാലും സർവ്വ രാജ്യത്തുള്ള മുഴുവൻ ആൾക്കാരെയും കൂട്ടുപിടിച്ചായാലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും പരാജയപ്പെടുത്തുവാൻ ഇവർക്കാകുമെന്ന് വിജയാനന്ദ് സാറിന് ബോധ്യമുണ്ട്. അല്ല, അപ്പോൾ അവർ നേടിയ വിജയം എന്ന് പറയുന്നത് വർഗീയ ശക്തികളുടെ പിന്തുണയോടുകൂടിയാണ് എന്നായിരിക്കും? 100% പിന്തുണയോടുകൂടിയല്ല, അങ്ങനല്ല. അവർ നേടിയത് 100% വർഗീയമായ നിലപാടെടുത്തതിൻ്റെ ഭാഗമായിട്ടാണ്. അല്ല, ഇതേ പിന്തുണ CPM പല സമയങ്ങളിൽ തേടിയിട്ടുണ്ട്. അല്ല, അതിന് 2 വ്യത്യാസമുണ്ട്. അത് നമ്മൾ രണ്ടായിട്ട് കാണണം. ചില അടവുനയങ്ങൾ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്, അത് അംഗീകരിക്കുന്നു. പക്ഷേ ഇത് പ്രത്യക്ഷമായ ഒരു നിലപാടാണ്. ഇന്ന് ഞാൻ ഒരു ചർച്ചയിൽ പറഞ്ഞ പോലെ എന്നോട് ചോദിച്ചു ഒരാൾ, ഞങ്ങൾ അങ്ങോട്ട് പോയി ചോദിച്ചില്ല, അവരിങ്ങോട്ട് വന്നതാണ്. ഞാൻ അവരിങ്ങോട്ട് വന്നതായാലും നമ്മൾ അങ്ങോട്ട് പോയതായാലും എല്ലാം സെയിമാണ്. വേണ്ട എന്നവർ പറഞ്ഞില്ലല്ലോ. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന വർഗീയ പാർട്ടിയുടെ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുവാൻ ഉള്ള ആർജവത്വം അവർക്ക് ഉണ്ടായില്ല. അവിടെയാണ് ഞങ്ങളിതിനെ രാഷ്ട്രീയമല്ല എന്ന് പറഞ്ഞത്. പച്ചയായ വർഗീയതയുടെ ഭാഗമായിട്ട് ഒരു തെരഞ്ഞെടുപ്പ് വിജയിച്ചു, സാങ്കേതികത്വം മാത്രം. ഇനിയുണ്ടല്ലോ 26 തെരഞ്ഞെടുപ്പ്. ഞങ്ങൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നിൽക്കുകയാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഞാനൊരു ട്രിവാൻഡ്രത്ത് ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ട്രിവാൻഡ്രത്ത് ഒരു BJP നേതാവ് പറഞ്ഞു, ഞങ്ങളുടെ പ്രധാനമന്ത്രി വരുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ഞങ്ങളുടെ പ്രധാനമന്ത്രിയെ സ്വീകരിക്കും.
സ്വീകരിച്ചില്ല. ആരാട്ടിയൊക്കെ ഞങ്ങൾ അടിച്ചുടച്ച് നശിപ്പിച്ച് കളഞ്ഞു. അവിടെ ഞങ്ങളുടെ മേയറാണ് പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ അത്രയൊന്നും മറ്റ് സംവിധാനങ്ങൾ ഉണ്ടായിട്ടില്ല. എന്ന് പറഞ്ഞാൽ BJP സംവിധാനവും പരാജയപ്പെടുന്നു, കോൺഗ്രസ് സംവിധാനവും പരാജയപ്പെടുന്നു. നിലമ്പൂരിൽ പിന്നെ BJPയുടെ വോട്ട് സ്വരാജിന് കിട്ടിയിട്ടില്ലേ? അല്ല, നിലമ്പൂർ ഞാൻ ഇന്ന് മനസ്സിലാക്കിയിടുന്ന കണക്കുകളിൽ എനിക്ക് 150 വോട്ട് ഇവർക്ക് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. 8700, കഴിഞ്ഞ തവണ 8500 ആയിരുന്നു. ഇന്നലെ BJPയുടെ സ്ഥാനാർത്ഥി പറഞ്ഞൊരു കണ്ടു കാണുമല്ലോ. BJP സ്ഥാനാർത്ഥി പറഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യമുള്ള സ്ഥാനാർത്ഥി വിജയിക്കാതിരിക്കാൻ BJP വോട്ടുകൾ UDF സ്ഥാനാർത്ഥിക്ക് ചെയ്തു എന്ന് പറഞ്ഞ വീഡിയോ ക്ലിപ്പ് ഇപ്പോഴും നമ്മുടെ അവിടെ ഓടുന്നുണ്ട്. ചെയ്തിട്ടുണ്ടാകാം. പക്ഷേ സത്യസന്ധരായ കുറച്ച് BJPക്കാർ ഈ മോഹൻ ജോർജിന് വോട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് കഴിഞ്ഞ പ്രാവശ്യം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം 8500 പരമായിരുന്നു, 8700ഓളം വോട്ട് അവർ നേടിയിട്ടുണ്ട്. പക്ഷെ അത് BJPയുടെ ഒരു വിജയമായിട്ട് കാണാൻ പറ്റുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.